വല്ലത് അന്നദാതാവ്, എന്റെ അന്നദാതാവ്, എനിക്ക് എത്ര പ്രാവശ്യം ഭക്ഷണം വാങ്ങിച്ചിട്ടുള്ള എന്റെ അന്നദാതാവ്. അയ്യോ, എവിടെയൊക്കെ തിരക്കിന്നറിയാമോ എന്റെ അന്നദാതാവേ. കാലത്ത് പിടിച്ചോട്ടെ, കാലത്ത് പിടിച്ചോട്ടെ. എത്ര കാലമായി കണ്ടിട്ട്, എത്ര കാലമായി. എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരൂ. 5-6 ദിവസം വല്ലതും കഴിച്ചിട്ട് ഭക്ഷണം വാങ്ങിച്ചു തരൂ. അയ്യോ, കോടീശ്വരനായി എനിക്കറിയാം, എന്തെങ്കിലും പൈസ സഹായം പറഞ്ഞാലും ചെയ്യാം. അത്രയ്ക്ക് പാവപ്പെട്ടെ. അങ്ങനെ പറയരുത്. പൈസ കാണുമായിരിക്കും. പൈസ കാണും. എന്റെ പിള്ളേർക്ക് സ്കൂളിൽ ചേർക്കാൻ പോലും പൈസ ഇല്ല. എത്ര രൂപയാ കൊണ്ട് നടക്കുന്നത്? നമ്മൾ എണ്ണത്തൊന്നുമില്ല. പിള്ളേർക്ക് സ്കൂളിൽ ബുക്ക് വാങ്ങിക്കാനുള്ള പൈസ അല്ലേ? ഇതായിരിക്കും അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന മുതലാളിച്ചി. മുതലാളിച്ചി അങ്ങ് പറ്റിയ ഫ്രാൻസിലൊക്കെ പോകുമ്പോഴേ എനിക്ക് വല്ലപ്പോഴും ഒന്ന് കൈനീട്ടാൻ മുതലാളിച്ചല്ലേ ഉള്ളൂ. സൂപ്പർ ബന്ധമാണ് കേട്ടോ. ഞാൻ വെറും പിച്ചക്കാരനോട് പറയില്ല. എന്തുമാത്രം എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു ബന്ധം കിട്ടിയതിൽ സുഹൃതം ചെയ്യണം. ഞാൻ പോട്ടെ. അതെ, പേരെന്താ പറഞ്ഞു? ഹരി അല്ലേ? എന്റെ അച്ഛനോട് പറഞ്ഞിട്ടേ അടുത്ത വർഷത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് അവന്റെ പരിപാടി ബുക്ക് ചെയ്യട്ടെ. അമ്മാതിരി പ്രകടനം അവൻ കാണിച്ചിട്ട് 5 മണിക്ക് എന്തെങ്കിലും അമ്മ വഴക്കോ. ഏതാണ് കോഴിക്കോട് അടക്കണം ഞാനാണ്. കോടീശ്വരൻ ചിക്കൻ നിന്നാക്കി കോഴിക്കോട് അടക്കണം. അവിടെ നിന്ന് ഇങ്ങനൊക്കെ കറക്കി പിടിക്കാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ വലയിൽ വീഴത്തില്ല. മാനം മര്യാദയായിട്ട് വരണമായിരുന്നു. ഇത് ഉടായിപ്പാ. പിന്നെ നിങ്ങൾ ഏതാണ്ടൊക്കെ വലിയ ബിസിനസ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. എല്ലാവർക്കും ബിസിനസ്സുകളുണ്ടല്ലോ. അങ്ങനെ എന്ത് ബിസിനസ്സാ നിങ്ങൾ ചെയ്യുന്നത്? പാക്ക് വെച്ചോടാ. പാകിസ്ഥാനിൽ കയറ്റി വിടുന്നത്. പിന്നെ ഇറക്കുമതി ഉണ്ടല്ലേ? ഇനി ആ പോയവൻ ഇനി വരുവോ? അറിഞ്ഞൂടല്ലേ? അവന്റെ ഐഡിയ അനുസരിച്ച് ലിസ്റ്റ് എനിക്ക് അറിഞ്ഞൂടല്ലോ. എത്ര കാലമാണ് കണ്ടിട്ട്. പണ്ട് നമ്മൾ ഫ്രാൻസിൽ വെച്ച് കണ്ടതിന് ചേട്ടൻ പിന്നെ ഇപ്പഴാ കാണുന്നല്ലേ? എന്ത് പൊളിഞ്ഞു? എന്റെ പൊന്നു സുഹൃത്തെ, എന്തിനാ ഇത്ര? കഴിഞ്ഞ വർഷം കോടീശ്വരന്മാരുടെ ലിസ്റ്റ് വന്നപ്പോ എന്നെ സെക്കൻഡാക്കി ഫസ്റ്റ് അടിച്ചല്ലടാ. ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? പിന്നെ എനിക്കൊരു 200 കോടിയുടെ പ്രോജക്ട് നിന്റെ സംസാരിക്കാണ്ട്. 50% ഞാൻ ഇടാം, 50% നീ ഇട്. മൊത്തം എടുത്തോ നീ? പിന്നെ നമ്മൾ ബിസിനസ് തരാണ്ട് പറയല്ലെങ്കിൽ വാ, നമ്മള് ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യണം. നീ അംബാനിയുടെ മോനായിട്ട് എന്തോ ഒരു പിണക്കം മാറ്റിക്കളാ. നീ അംബാനിയുടെ മോനുള്ള പിണക്കം മാറ്റിക്കളാ. പിന്നെ ഞാൻ വേറൊരു സംഭവം അറിഞ്ഞു കേട്ടോ. എന്തോ ഫിഫ വേൾഡ് കപ്പ് ഒറ്റയ്ക്ക് നടത്താൻ പോകുന്നെന്നോ അങ്ങനെ എന്തോ പണം കിടക്കുന്നതിന്റെ ഓരോ കുന്തളിപ്പ് നിന്റെ സംഭവം മനസ്സിലായി. നീ പൊയ്ക്കോ. ഇതാണോ നീ കെട്ടാൻ പോകുന്ന ഫുഡ്ബി? മൈ ഗുഡ്നസ്. ഫ്രാൻസിൽ വെച്ചിട്ട് പബ്ബിൽ വെച്ച് 2 റഷ്യൻ യുവതികൾ ഇവനോട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞെന്താണെന്നറിയുമോ? എനിക്ക് ഇഷ്ടമല്ലെന്ന്. അത്രയ്ക്ക് നീറ്റ് ചേർക്കണ. പിന്നെ ഈ ബിസിനസ് മാഗ്നറ്റ് പറഞ്ഞു കൊടുക്കണ അങ്ങോട്ട്. എന്നാ പിന്നെ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടും ആകുന്നില്ല. ഞാൻ പോകുന്നു. ഓക്കെ? ഒരു മിനിറ്റ്, കോടീശ്വരൻ വരുമോ? അല്ല, എങ്ങനെയാ നിങ്ങളുടെ പരിചയം എന്ന് പറഞ്ഞു? ഞങ്ങളുടെ ബിസിനസ് മാഗ്നറ്റ് പറഞ്ഞു കൊടുക്കാം. ആദ്യം അമ്പലത്തിലെ പ്രസിഡന്റ് ആയിട്ട് വന്നില്ലേ? അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നില്ലേ? അമ്പലത്തിന്റെ പ്രസിഡന്റ് ആയിട്ട് അമ്പലത്തിലെ പ്രസിഡന്റ് ആയിട്ട് വന്നില്ല. അപ്പൊ തന്നെ പൊളിഞ്ഞ്. എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്പലത്തിലെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ എന്താ സംഭവം? എന്റെ തീനേശയിലെ ദുരന്തമില്ലേ, അതൊക്കെ എല്ലാം മനസ്സിലായതാണ്. പൊളിഞ്ഞ ഇവിടെ നിന്ന് കൂടുതൽ വർത്താനം പറഞ്ഞ 2നും ഇടി കിട്ടും. അതെ, ഒരു നാണക്കേടില്ലേ ഈ കാലഘട്ടത്തിൽ? ഒരു മേക്ക് ഓവർ പോലും ഇല്ലാതെ ഇങ്ങനെ കേറി വരാൻ നിന്റെ തൊലിക്കട്ടി ഉണ്ടല്ലോ. സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ കണ്ടരുത്. ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ നേരെ ചൊവ്വ എന്റെ വീട്ടിൽ വന്ന് എന്റെ കാരണവന്മാരോട് ചോദിക്കണം. അല്ലാതെ ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തി എന്നെ ചോദിക്കണ്ടേ. ഇതുപോലുള്ള ഫ്രോഡുകളുടെ കൂടി ഇങ്ങോട്ട് നടക്കുകയും ചെയ്യരുത്. മനസ്സിലായോ? ആങ്കാരോടെ പെണ്ണു ഇതിനെ കെട്ടാൻ പോണ ഒരൊറ്റ ആടി വെച്ചെന്നുണ്ടല്ലോ. എന്തൊരടി? എന്റെ ഇത്രയും പെർഫോമൻസ് കൊണ്ടാണ് അവള് വീട്ടിലെങ്കിലും വരാൻ പറഞ്ഞത്. അല്ല ഇതിനെ മൈൻഡ് ചെയ്യുന്ന അവള്.